ഹലോ നമസ്കാരം, എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് ക്രിസ്തുമസ് ഒക്കെ വരുമല്ലേ ഇവന്. അപ്പോൾ എന്തെങ്കിലും സ്പെഷ്യലായിട്ട് നമ്മൾ നമ്മുടെ ഓഡിയൻസ് വേണ്ടി ചെയ്യണ്ടേ ചെയ്തോളെ. അപ്പോൾ ഇതൊരു ഗീവ് അവേ വീഡിയോ ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, നമ്മുടെ മിനീസ് ലൈഫ് സ്റ്റൈൽ സ്റ്റോർ തുടങ്ങിയാൽ അതിലൂടെ കുറേ പേര് ഗ്രോ ബാഗ്സും സീഡ്സും ഒക്കെ വാങ്ങിച്ചുകൊണ്ടേ ഇരിക്കുന്നുണ്ട്. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചു എന്തുകൊണ്ട് നമ്മുടെ ക്രിസ്മസ് പ്രമാണിച്ച് നമ്മുടെ വീട്ടിലുണ്ടായ സീഡ്സ് നമ്മൾ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് തന്നുകൂടാന്നുള്ളത്. അപ്പോൾ ഏതൊക്കെ സീഡാണ്? 2 സീഡുകൾ, അതായത് കൊമ്പൻ വെണ്ടയും ഗ്രീൻ വൈറ്റ് വഴുതനങ്ങയും. ഇപ്പം കുറേ പേര് അത് ചോദിക്കുന്നുണ്ട്. അപ്പം നമുക്ക് ആദ്യം അയച്ചു തരുന്ന 150 പേർക്ക്, ലെറ്റർ അയച്ചു തരുന്നതായ, കവർ അയച്ചു തരുന്നതായ 150 പേർക്ക് നമ്മൾ ഫ്രീ ആയിട്ട് ഈ വിത്ത് കൊടുക്കാമെന്ന് തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്കറിയാം, നമ്മൾ വീട്ടിലുള്ള സീഡ്സും അതുപോലെ തന്നെ ഫാമേഴ്സിൻ്റെ നിന്ന് വാങ്ങിച്ചിട്ടാണ് നിങ്ങൾക്ക് സീഡ്സ് അയച്ചു തരുന്നത്. അതുകൊണ്ട് തന്നെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ആയതുകൊണ്ട് കുഴപ്പമില്ല, നമ്മളെല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് തരാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. പക്ഷേ ഫാമേഴ്സിൻ്റെ നിന്ന് വാങ്ങിക്കുന്ന സീഡ്സ് നമുക്ക് ഫ്രീ ആയിട്ട് തന്നു കഴിഞ്ഞാൽ അത് മുതലാവത്തില്ല. അത് നിങ്ങൾക്കും അറിയാമല്ലോ. അത് നമ്മളൊരു സേവനം പോലെയാണ് ചെയ്യുന്നത്. ഇൻസ്റ്റഡ് നിങ്ങൾ വാങ്ങിക്കുമ്പോൾ നമ്മൾ ആ ഫാമേഴ്സിനെ ഹെൽപ്പ് ചെയ്യുവാണ് അതിലൂടെ ചെയ്യുന്നത്. നമ്മൾ ആ വാട്സപ്പ് സ്റ്റോർ തുടങ്ങിയ കാരണമെന്ന് വെച്ചാൽ അതാണ്. ഓക്കെ, അപ്പോൾ ഇതിപ്പോൾ നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടായ കുറച്ച് കൊമ്പം വേണ്ടയും കുറേ പേരിങ്ങനെ ആഗ്രഹിക്കുന്നതാണ് ഈ ഗ്രീൻ വൈറ്റ് വഴുതനങ്ങ വേണമെന്ന് ആഗ്രഹിക്കുന്ന കുറേ പേരുണ്ട്. അപ്പം കുറേ പേർക്ക് നമ്മൾ അയച്ചു കൊടുത്തു കഴിഞ്ഞു. അപ്പം ഇത് നമുക്ക് എന്തായാലും ക്രിസ്മസ് പ്രമാണിച്ച് നമ്മുടെ വ്യൂവേഴ്സിന് വേണ്ടിയിട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ഗീവ് അവേ ചെയ്യണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് മാത്രം ഈ സ്ക്രീനിൽ കാണുന്ന ഈ അഡ്രസ്സിലോട്ട് നിങ്ങൾ 5 രൂപ സ്റ്റാമ്പ് അല്ലേ, 5 രൂപ സ്റ്റാമ്പ് ഒട്ടിച്ചിട്ട് ഒരു കവറിനകത്ത് ഒരു കവർ ഇട്ടിട്ട് നമുക്ക് നിങ്ങളുടെ അഡ്രസ്സും ഫോൺ നമ്പർ പിന്നെ പിൻകോഡ് എല്ലാം നല്ല വ്യക്തമായിട്ട് അതിനകത്ത് എഴുതിയിരിക്കണം. എങ്കിൽ മാത്രമേ അത് നിങ്ങളുടെ കൈവശം തന്നെ എത്തുകയുള്ളൂ. അതുപോലെ തന്നെ കഴിഞ്ഞ വർഷം നമ്മൾ നമ്മുടെ കറിവേപ്പിൻ്റെ വിത്ത് അയച്ചപ്പോൾ പ്രശ്നം പറ്റിയെന്ന് വെച്ചാൽ പലരും കവറിനകത്ത് കവർ ഇട്ട് തരുന്നുണ്ട്, പക്ഷെ ഒട്ടിക്കുമ്പോൾ എല്ലാം കൂടെ ഒട്ടി എടുക്കാൻ പറ്റാത്ത രീതിയിൽ എല്ലാം കൂടെ അങ്ങ് ഒട്ടിപ്പോവും. പിന്നെ അഡ്രസ്സ് അറിയാൻ വയ്യ. അങ്ങനെ കുറേ കവറുകളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അവർക്ക് നമുക്ക് അയക്കാനും പറ്റിയില്ല. എന്ന് വെച്ചാൽ നിങ്ങളുടെ അഡ്രസ്സ് അതിനകത്ത് പശ വെച്ച് ഒട്ടി കീറിപ്പോയി. പിന്നെ നമുക്ക് നമ്മളായിട്ട് അയക്കാനുള്ളൊരു ഓപ്ഷൻ അവിടെ പറ്റുന്നില്ലായിരുന്നു. ഓക്കെ, പിന്നെ തന്നെയല്ല ഈ 5 രൂപ സ്റ്റാമ്പിലത്തൊക്കെ അയക്കുമ്പോൾ കുറേ പേർക്ക് കിട്ടുന്നില്ല എന്ന് പറയുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് നമ്മൾ ഈ വാട്സപ്പ് സ്റ്റോർ തുറക്കുകയും പിന്നെ നമ്മളങ്ങനെ വിത്ത് കൊടുക്കാനായിട്ട് തുടങ്ങുകയും ചെയ്തത്. അപ്പം എന്തായാലും ഈ 2 വിത്തുകൾ മാത്രമേ ഉള്ളല്ലോ. അപ്പം പിന്നെ എന്തായാലും അധികം വെയിറ്റ് ഒന്നും ഇല്ലാത്തത് കൊണ്ട് വീട്ടിലെത്തുമെന്ന് ഉറപ്പുണ്ട് ഞങ്ങൾക്ക്. പക്ഷേ ഈ 5 രൂപ സ്റ്റാമ്പ് രജിസ്റ്റേർഡ് അല്ലാത്തതുകൊണ്ട് തന്നെ നമുക്ക് ട്രാക്ക് ചെയ്യാനോ അല്ലെങ്കിൽ അത് കറക്റ്റായിട്ട് എത്തുമോ എന്നറിയത്തില്ല. എന്ന് വെച്ചാൽ നമ്മുടെ പല സബ്സ്ക്രൈബറും നമ്മൾ അയച്ചിട്ട് അവർക്ക് 2 മാസം കഴിഞ്ഞിട്ട് പോലും എത്താത്തവരുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ടാണ് നമ്മൾ പിന്നെ ആ പരിപാടി അങ്ങ് നിർത്തിയത്. പിന്നെ വിത്ത് കിട്ടിയില്ല എൻ്റെ കവർ എന്തി എന്നൊക്കെ ചോദിച്ചിട്ട് ഇങ്ങനെ പരാതി വരുമ്പോൾ നമുക്കതൊരു ഭയങ്കര ടെൻഷനാണ്, വിഷമമാണ്. പിന്നെ നമ്മുടെ കമൻറ്റിനകത്ത് ഫുൾ അത് തന്നെ ആയിരിക്കും. അപ്പം നമ്മുടെ കമൻസിനകത്ത് കൂടുതലും സ്നേഹം മാത്രമാണ് കാണാറുള്ളത്. ഈ സീഡ് തരൂ, സീഡ് കിട്ടിയില്ല, അത് നമുക്ക് ശരിക്കും പറഞ്ഞാൽ താല്പര്യമില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ നിങ്ങൾ അയച്ചു തരിക, കവറിനകത്ത് കവർ ഇട്ട് തന്നെ അയച്ചു തരിക. നമ്മൾ ഇവിടെ നിന്നെല്ലാം അയക്കുന്നത് എന്തായാലും ഡിസംബർ ക്രിസ്മസ് അല്ലേ, അപ്പോൾ ക്രിസ്മസിൻ്റെ അന്ന് വരെ 25-ാം തീയതി വരെ നമുക്ക് കിട്ടുന്ന കവറിനകത്ത് നമ്മൾ അയച്ചു തരുന്നതായിരിക്കും. അപ്പോൾ ആദ്യം വരുന്ന 150 പേർക്കേ നമുക്കിപ്പോൾ കൊടുക്കാനുള്ളൂ. നമ്മൾ പറഞ്ഞു നമ്മുടെ വീട്ടിലുണ്ടായ സീഡ്സ് ആണ്. അപ്പോൾ 100 പേർക്ക് കൊടുക്കാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ തന്നെയും അത് വലിയൊരു കാര്യമല്ലേ. ഓക്കെ, അപ്പോൾ ആദ്യം അയക്കുന്ന 100 പേർക്ക് നമ്മൾ, അപ്പോൾ അതെനിക്ക് നല്ലൊരു ജോലിയാണ്. അതെല്ലാം ഇനി ഉണക്കി ഞാൻ അത് പാക്ക് ചെയ്ത് ഒക്കെ വയ്ക്കണം. നമ്മുടെ വ്യൂവേഴ്സിനല്ലേ കുറച്ച് കമന്റ് ഒന്നും ഇടാനായിട്ട് ചിലപ്പം മറുപടി ഒന്നും തരാനായിട്ടൊക്കെ കുറെ താമസിക്കും. അങ്ങനെ പറഞ്ഞാൽ പറ്റത്തില്ല. ഇവിടെ എത്ര പേരെ കമന്റ് ചോദിച്ചോണ്ടിരിക്കുന്നത് അറിയാം. ഓക്കെ, അപ്പോൾ നമുക്കറിയാം നമ്മുടെ വാട്സപ്പ് സ്റ്റോറിലും കുറേ പേർക്ക് റിപ്ലൈ കിട്ടാതിരിപ്പുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ആയിരക്കണക്കിന് മെസ്സേജിന് റിപ്ലൈ ഇപ്പോഴും കൊടുക്കാൻ ബാക്കിയുണ്ട്. എല്ലാ ദിവസവും ആകെ ഒരു ബിസി ആയിപ്പോട്ടെ. ഇവന് ക്ലാസ് ഒക്കെ തുടങ്ങിയതുകൊണ്ടാണ്, അല്ലെങ്കിൽ കുഴപ്പമില്ലായിരുന്നു. അപ്പം ക്ലാസ്സും എക്സാമും ഒക്കെ ആയപ്പോഴത്തേക്ക് ഇവനങ്ങ് തിരക്കിലായിപ്പോയി. പിന്നെ മെറിൻ വേറൊരു ക്ലാസ്സിന് പോയി തുടങ്ങിയിട്ടുണ്ട്. അപ്പം ഞാൻ മാത്രമേ ഇതെല്ലാം ചെയ്യാൻ പറ്റത്തുള്ളൂ. അത് എന്നെ കൊണ്ട് എല്ലാം കൂടെ ബുദ്ധിമുട്ടാണ്. പിന്നെ രാത്രിയിൽ നിന്നാണ് ഞാൻ മാക്സിമം ആൾക്കാർക്ക് റിപ്ലൈ കൊടുക്കാറുള്ളത്. റിപ്ലൈ കിട്ടിയവർക്ക് അറിയാം, രാത്രി 2 മണിക്ക് 3 മണിക്ക് ആയിരിക്കും റിപ്ലൈ കിട്ടുന്നത്. എന്താ വെച്ചാൽ ക്ലാസ് എല്ലാം കഴിഞ്ഞിട്ട് പിന്നെ കിട്ടുന്ന ടൈമിലാണ് നിങ്ങൾക്ക് റിപ്ലൈ തരാനും. നമ്മളൊരു സർവീസ് തുടങ്ങിയപ്പോൾ അതിൽ 100% നമ്മൾ ഡെഡിക്കേറ്റഡ് ആയിട്ട് തന്നെ അതിന് നിൽക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമുക്ക് മാത്രമല്ല, നമ്മളെപ്പോലെ ഇതേപോലെ ഫാമിങ് ചെയ്യുന്ന ഫാമേഴ്സും അതുപോലെ തന്നെ കൃഷിയിൽ താല്പര്യമുള്ള എല്ലാവർക്കും നമ്മളൊരു എൻകറേജ്മെൻ്റ് ആണ് ഈ നമ്മുടെ മിനീസ് ലൈഫ് സ്റ്റൈൽ വാട്സപ്പ് സ്റ്റോറുമായിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. എത്ര പേരാണ് ഇതേപോലെ സീഡ്സ് വാങ്ങി
ഇഷ്ടപ്പെട്ടു നടന്നു എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത് നമുക്കൊരു സന്തോഷം പോലെ തന്നെയാണ്. ഓക്കെ, അപ്പോൾ ക്രിസ്മസ് ആയിട്ട് ഞങ്ങളൊരു ചെറിയ സന്തോഷം നിങ്ങളുമായിട്ട് പങ്കിടുന്നു. എന്താണ് മമ്മിക്ക് പറയാനുള്ളത്? അപ്പോൾ എല്ലാവർക്കും ഇങ്ങനെ ഒരു ഫ്രീ ആയിട്ട് നമുക്ക് വിത്ത് കൊടുക്കാൻ പറ്റുന്നതിൽ നമുക്ക് വളരെ സന്തോഷമുണ്ട്. പിന്നെ നല്ല കുറേ പേര് പിന്നെ ഇത് നട്ടുപിടിപ്പിച്ചിട്ട് അതിൻ്റെ ഫോട്ടോയും കൂടെ നമ്മളെ ഇട്ട് കാണിക്കുന്നുണ്ട്. അപ്പം നമ്മുടെ വീട്ടിൽ വളരേണ്ട ഈ ചെടികൾ നിങ്ങളുടെ വീട്ടിൽ വളരുന്നത് കാണുമ്പോൾ നമ്മുടെ കൊച്ചുങ്ങൾ അവിടെ വന്ന് നിൽക്കുന്ന മാതിരി തോന്നിപ്പോവാണ്. ഓക്കെ, അപ്പോൾ ഇനി നമുക്ക് നമ്മുടെ ചിന്നു മിന്നുവിനെ കണ്ടില്ലെന്ന് പറയുന്ന ആൾക്കാർ, നമ്മുടെ ചിന്നു മിന്നു ഒക്കെ പോയി അവർ ഇവിടുന്ന് വിട്ടു, പാക്കപ്പ് ചെയ്തു. അടുത്ത 2 പേര് വന്നിട്ടുണ്ട്, നമ്മുടെ അപ്പുക്കുട്ടനും അമ്മുക്കുട്ടിയും. അപ്പോൾ കുറേ പേര് പറയുന്നുണ്ടായിരുന്നു അവരെ കാണിച്ചില്ല എന്ന്. ഒന്ന് അവരെ കൂടെ കാണിച്ചിട്ട് നമുക്ക് ഇതൊന്ന് റാപ്പപ്പ് ചെയ്യാം. ഇതാരാ? അമ്മുക്കുട്ടിയാണോ? രണ്ടൊരു എക്സിബിഷൻ നടക്കുന്ന കാര്യം എല്ലാം പോയി നോക്കുക ഏതാ നല്ലത്. ഇതാ അപ്പുക്കുട്ട. ആ, രണ്ടുപേരും തീറ്റി തുടങ്ങിയല്ല. ഓടിക്കോ 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 ഓടിക്കോ. അപ്പോ എന്തുവാ ഇത്? പാല് വേണോ? അമ്മൂന് കൊടുക്കാൻ. അമ്മൂന് പയ്യെ എൻ്റെ അപ്പോ എല്ലാം ഇടിച്ച് പൊട്ടിക്കൂല. ഇപ്പൊ ബ്രൂണോ തുടങ്ങി അവിടെ പെതുക്കെ പിടിക്കാനെ. പെതുക്കെ ഇതാ അമ്മ തരാത്ത നിനക്ക്. പാവം അല്ലയോ? യോ, അവിടെ അങ്ങനെ പിടിച്ചു ഇങ്ങനെ വെച്ച് കൊടുക്കാം. അല്ലെങ്കിൽ എൻ്റെ കൈയെല്ലാം ഓടിക്കുന്നത്. അപ്പു തിരക്കിലായി. അപ്പൊ വേറെ ഒന്നും കേൾക്കത്തില്ല. ഇപ്പൊ അപ്പൂന് അമ്മ പാല് കൊടുക്കത്തേ ഇല്ല. എന്നും ഇങ്ങനെ പാല് കുപ്പിക്കകത്താക്കി കൊടുക്കും. ചിലപ്പോ അമ്മ കട്ടവും കുടിക്കും രാത്രിയില്ല. അപ്പൊ അപ്പു പട്ടിണി. അതെ, ദാണ്ട് ഒരാൾ കൂളായിട്ട് നടക്കുന്നു. അമ്മുക്കുട്ടി നടക്കുന്നതാണെന്നൊരു നല്ല രസമാണ്. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ ചെറിയ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മുടെ ഗീവ് അവേയിൽ പങ്കെടുക്കാൻ പറ്റിയില്ല എന്ന് പിന്നെ പറയലും പെട്ടെന്ന് തന്നെ അയച്ചോളുക. ആദ്യം വരുന്ന 100-150 പേർക്ക് നമ്മൾ മാക്സിമം 150 പേര് വരെ നമ്മൾ സ്ട്രെച്ച് ചെയ്യാൻ പറ്റും. വീട്ടിലുണ്ടാവുന്ന ആയതുകൊണ്ട് തന്നെ നമുക്കൊരു പരിമിതികളുണ്ടല്ലോ. ഒരു മാസം കൊണ്ട് ഇപ്പം വഴുതനയൊക്കെ ഇങ്ങനെ പഠിപ്പിച്ച് ഇങ്ങനെ വെച്ചിരിക്കുകയാണ് കേട്ടോ, വെണ്ടയ്ക്കൊക്കെ. അപ്പോൾ അത് നമുക്ക് ഫ്രീ ആയിട്ട് തന്നെ കൊടുക്കാൻ നമ്മൾ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ പെട്ടെന്ന് തന്നെ അയച്ചോളൂ. അപ്പോൾ നിങ്ങൾക്ക് നമ്മുടെ ക്രിസ്മസ് ഗീവ് അവേക്ക് പങ്കെടുക്കാൻ താല്പര്യമുള്ള എല്ലാവരും ഒന്ന് നമ്മുടെ കമൻസിനകത്ത് ഒന്ന് വന്ന് ഹായ് പറഞ്ഞ് എനിക്ക് വേണമെന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് ഷടയെന്ന് ലെറ്റർ അയക്കുക. ഓക്കെ, അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തുള്ള ബെല്ലൈക്കനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ഞാനിടുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ യഥാസമയം നിങ്ങൾക്ക് വന്നിരിക്കും. അപ്പോൾ ഗീവ് അവേ പങ്കെടുക്കുന്നത് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഗീവ് അവേ പങ്കെടുക്കുക കേട്ടോ, നമുക്കത് അറിയാൻ പറ്റും. ഓക്കെ, അതുപോലെ തന്നെ ഈ വീഡിയോ നിങ്ങൾ ഫേസ്ബുക്കിലാണ് കാണുന്നത്, നിങ്ങളുടെ ഫേസ്ബുക്ക് പേജ് മിനി ലൈഫ് സ്റ്റൈലോട് ഒന്ന് ലൈക്ക് ചെയ്ത് വിടാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാനും മമ്മിയും ബൈ.